ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ആൻഡ് ഞാനിതിൽ വീഡിയോ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ മദേഴ്സ് ഡേ ആണ് ഗൈസ്. നാളെ മദേഴ്സ് ഡേ ആണ്. നാളെ 11th May മദേഴ്സ് ഡേ ആണ്. ഇന്ന് ആക്ച്വലി 10th May ഒബ്വിയസ്ലി. അപ്പോൾ ആക്ച്വലി ഞാൻ ഇതറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് റീൽസ് കാണൽ മാത്രമാണ് എൻ്റെ പണി. എന്നുവെച്ചാൽ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും ഒരു ബോറടിയാണ്. ഒന്നും ചെയ്യാനേ തോന്നുന്നില്ല. എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാനത് ചെയ്യും. ഇത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റൂം വൃത്തിയാക്കും, അത് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വരയ്ക്കും, ഞാൻ സ്കെച്ച് ചെയ്യും, ഞാൻ ആർട്ടിസ്റ്റ് ആവും, ഞാൻ ബ്ലാ ബ്ലാ ബ്ലാ. എനിക്ക് കുറേ ഹോബീസ് ചെയ്യും. അതുപോലെ ഇൻട്രസ്റ്റ് കാണുന്ന എല്ലാം ഞാൻ ചെയ്യും. അതുപോലെയൊക്കെ തോന്നി. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ. ഭയങ്കര ഒരു മൂഡ് ഓഫ് മാതിരി. ഇപ്പോൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കലാണ് എൻ്റെ പണി. അപ്പോൾ റീൽസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് നാളെ മദേഴ്സ് ഡേ ആണ്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്ക് സർപ്രൈസ് മാതിരി ഒരു കാർഡ് ഉണ്ടാക്കാമെന്ന്. സോ ദാറ്റ്സ് ദ പോയിന്റ് ഓഫ് ദിസ് വ്ലോഗ്. ഐ എം ഗോണ മേക്ക് എ കാർഡ് ഫോർ മൈ മോം. ഞാൻ A4 ഷീറ്റ് 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ വേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. ഐ എം സോ ഇൻഡിസൈസീവ്. ഞാനിങ്ങനെ ഒരു സാധനം, ഒരു ഐഡിയ ചെയ്യാമെന്ന് വെച്ച് അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ ഞാൻ പിൻട്രസ്റ്റ് വേറെ ഐഡിയ കാണുമ്പോഴേക്കും എനിക്കത് ചെയ്യാൻ തോന്നും. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് സ്കിൽസൊന്നുമില്ല. അതുകൊണ്ട് എനിക്കതും വർക്കൗട്ട് ആവാൻ ചാൻസ് ഇല്ല. ഞാൻ പണ്ട് കാർഡ് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ആർട്ടിസ്റ്റിക് സ്കിൽസൊക്കെ പോയി. പണ്ടും ഇല്ലായിരുന്നു പ്രത്യേകിച്ച്. എന്നാലും കുറച്ചുകൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമായിരുന്നു. ഇപ്പം എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പിൻട്രസ്റ്റിൽ ആദ്യം കുറച്ച് ഐഡിയാസ് തപ്പം. ആൻഡ് ദെൻ ഏതെങ്കിലും എങ്ങനെയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട എളുപ്പമുള്ള നോക്കി ഒരു കാർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചൊരു കാർഡ് മാത്രം ഡ്രോ ചെയ്തുണ്ടാക്കാമെന്ന്. പക്ഷേ ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഐഡിയാസ് തപ്പിയിട്ട് ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരെണ്ണം വരച്ച് നോക്കി, ഇത് മാതിരി ഇരിക്കുന്നു. എന്തോ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ക്രാപ്പ് ബുക്കിൽ ഞാൻ ചെയ്യാറുള്ള മാതിരി ഇങ്ങനെ കുഞ്ഞു മമ്മിയും ഞാനും കൂടെ നിൽക്കുന്ന പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്ത് അത് പ്രിൻ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതുപോലെ സ്ക്രാപ്പ് ബുക്കിൽ ഞാൻ ചെയ്യാറുള്ള മാതിരി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ അതുപോലത്തെ ചെയ്യാറുണ്ട്. അതുപോലെ ഒട്ടിക്കാമെന്ന്. അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയൊരു ഭംഗിയുണ്ട്. എനിക്ക് ഇഷ്ടമായില്ല. ഐ മീൻ കുഴപ്പമില്ല, എനിക്ക് കൈയൊന്നും വരയ്ക്കാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ ഞാനതൊരു ഇങ്ങനെ ഒരു ബോർഡ് മാതിരി ആക്കാമെന്ന് വെച്ചു. പക്ഷെ അതും ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുക അതുപോലെ ചെയ്യാമെന്ന്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നറിയില്ല. പിന്നെ സമയമില്ല. മമ്മി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഞാൻ ഇത് വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഇത് ഓപ്പൺ ആയിരുന്നു. മമ്മി പെട്ടെന്ന് പറയാൻ ഞാൻ പേടിച്ച് ഒറ്റ ലാപ്ടോപ്പ് ഒറ്റ അടയ്ക്കും. മമ്മി എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ വരയ്ക്കുന്ന വ്ളോഗ് എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ചെയ്യാം. അതാവുമ്പോൾ അത്ര പെട്ടെന്ന് മമ്മി കണ്ടുപിടിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ മമ്മി അത് കണ്ടെല്ലാം തീർന്നു. പിന്നെ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. ബ്ലാക്ക് ഇങ്ക് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, കളറിങ്ക് ഇല്ല. അപ്പോൾ ബ്ലാക്ക് ഇങ്കെങ്കിലും വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. എനിക്ക് പ്രിൻ്റർ ആവശ്യമുള്ള ടൈമിൽ അത് ഒരിക്കലും വർക്കൗട്ട് ആവില്ല. അത് വർക്കാവില്ല, അത് അടിച്ചു പോവും. അല്ലാത്ത ടൈമിലൊക്കെ പ്രിൻ്റർ ഓണായിരിക്കും. പ്രിൻ്ററിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം പ്രിൻ്ററിന് എന്തെങ്കിലും പറ്റും. അപ്പോൾ ഞാൻ നോക്കട്ടെ, പ്രിൻ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ നോക്കി പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ കയ്യിൽ സ്ക്രാപ്പ് ബുക്ക് മാതിരി കുറച്ച് മെറ്റീരിയൽസ് ഇരിപ്പുണ്ട്. ഫോട്ടോസൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലാതെ ഇതിൽ നിന്നൊക്കെ കട്ടൗട്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. പ്രിൻ്റർ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ
അപ്പോൾ ഞാൻ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ കുറച്ച് പണ്ട് ഞാൻ സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് പണ്ടൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് വല്ലതും അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രാപ്പ് ബുക്ക് മാത്രമേ ഭംഗിയാക്കാമെന്ന് വെച്ചു. നോക്കാം ആവുമെന്ന്. എന്താ പറയാനാ? ജേർണലിസ്റ്റിന്റെ അടുത്ത് ഞാൻ എന്തോ പറയാനാണ്. ഞാൻ ജേർണലിസ്റ്റ് ഒന്നല്ല. നിങ്ങളുടെ ഡിഗ്രി ജീവിതത്തെ കുറിച്ച് പറയുമോ? നല്ല എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയോ കടന്നുപോയി. ഞാൻ അറിഞ്ഞു എല്ലാ ദിവസവും എക്സാം ഒക്കെ ഉണ്ടായിരുന്നു.
എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സന്തോഷമായി, നല്ല ഡേ അല്ലേ, ഹാപ്പി ഡേ ആയി. ഞാൻ ഈ സ്ഥലം ഇവിടെ ഒന്നും എനിക്കറിയില്ല. വെറുതെ വിളിച്ചപ്പോ ഏതോ സ്വർഗത്തിൽ വന്ന പോലെ കുറെ ലൈറ്റ് ഉണ്ട്. ശരി ഗൈസ്, ഡാഡി വരുന്നു മോമോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഗൈസ്, ഇതാണ് കിട്ടിയ എനിക്കറിയില്ല. ഒരു ദാരിദ്ര്യം പിടിച്ച മോമോ ആണ് കിട്ടിയത്. എന്ത് പറ്റിയെന്നറിയില്ല. ഇപ്പൊ ഉണ്ടാക്കിയ മോമോ എന്ന് തോന്നുന്നു. ഇപ്പൊ 12:30 ഉണ്ടായി, രാത്രിയായി. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശരി എന്നാ ഗൈസ്. ഇതാണ് സംഭവം. അതാണ് സംഭവം. കാണാൻ ഭംഗിയില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ?